മാധവൻകുട്ടി കാണാത്ത വിധത്തിൽ വീടിൻ്റെ പുറകുവശം ചുറ്റി കാത്തുവിൻ്റെ മുറിയുടെ ജനാലയുടെ അരികിൽ തോമസ് എത്തി. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി ചുറ്റും വീക്ഷിച്ച ശേഷം അയാൾ കാത്തുവിൻ്റെ മുറിയുടെ ജനാലയിൽ പതുക്കെ മുട്ടി. ഈ സമയം കാത്തു ഒരു പുസ്തകവും വായിച്ച് കട്ടിലിൽ കിടക്കുകയായിരുന്നു. ബന്ധനസ്ഥയായ കാമുകിയെ രക്ഷിക്കാൻ സർവ്വപ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് അവളുടെ അരികിൽ എത്തുന്ന ഒരു കാമുകന്റെ കഥയാണ് അവൾ വായിച്ചു കൊണ്ടിരുന്നത്. ജനാലയ്ക്കൽ മുട്ടുകേട്ട് അവൾ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. കണ്ണനെങ്ങാനുമായിരിക്കുമോ? അവൾ ഓടിച്ചെന്ന് ജനാല തുറന്നു. മുന്നിൽ തോമസ്, തൻ്റെ നീക്കങ്ങൾ വാച്ച് ചെയ്യാൻ അച്ഛൻ ഏർപ്പാടാക്കിയ രഹസ്യ പോലീസ്. ഇയാൾ എന്തിനാണിപ്പോൾ തൻ്റെ മുറിയുടെ അടുത്തേക്ക് വന്നത്? അച്ഛൻ്റെ പുതിയ തന്ത്രം വല്ലതുമാണോ? അവൾ സംശയിച്ചു. എന്താ തോമസ് ഏട്ടാ? അയാളുടെ വരവ് ഇഷ്ടമല്ലാത്ത രീതിയിൽ കാത്തു ചോദിച്ചു. തോമസ് അതിന് മറുപടി പറയാതെ കയ്യിലിരുന്ന കവർ കാത്തുവിന് നേരെ നീട്ടി. ഇതെന്താ? കാത്തു ചോദിച്ചു. മോളിത് വായിച്ചു നോക്കൂ, എന്നിട്ടൊരു മറുപടി എഴുതി ഇന്ന് തന്നെ തരണം, ഞാൻ പോകുന്നതിന് മുമ്പ്. അത്രയും പറഞ്ഞ് തോമസ് അവിടെ നിന്നും അപ്രത്യക്ഷനായി. കാത്തു ആ കവർ തിരിച്ചും മറിച്ചും നോക്കി. കത്താണെന്ന് തോന്നുന്നു. ആരുടെ കത്താണ്? അച്ഛൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗം വല്ലതുമാണോ? എന്തായാലും തുറന്ന് വായിച്ചു നോക്കാം, അവൾ നിശ്ചയിച്ചു. ജനാലകൾ അടച്ചിട്ട് ആ കവർ പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന പേപ്പർ കഷണം അവൾ പുറത്തെടുത്തു. ആ പേപ്പറിലെ കൈയക്ഷരം അവൾക്ക് സുപരിചിതമായിരുന്നു. ഏത് രാത്രിയിലും കണ്ണൻ്റെ കൈയക്ഷരം തിരിച്ചറിയാൻ അവൾക്ക് സാധിക്കുമായിരുന്നു. ദൈവമേ, കണ്ണൻ തനിക്ക് കത്തെഴുതിയിരിക്കുന്നു. അവളുടെ അന്തരംഗം വികാര വിക്ഷോഭത്താൽ ത്രസിച്ചു. ആ കത്തിൽ എഴുതിയിരുന്ന വാചകങ്ങൾ അവൾ ആർത്തിയോടെ വായിക്കാൻ തുടങ്ങി. എൻ്റെ ജീവൻ്റെ ജീവനായ കാത്തുവിന്. കത്തിലെ ആ സംബോധന അവളെ തരളിതയാക്കി. അനുരാഗത്തിൻ്റെ നനുത്ത സ്പർശത്താൽ ആനന്ദത്തിൻ്റെ ആയിരം പുളകങ്ങൾ അവളുടെ ആത്മാവിലും ശരീരത്തിലും വിടർന്നു. കണ്ണനെ കണ്ടിട്ട്, അവൻ്റെ പ്രണയഭാഷണങ്ങൾ കേട്ടിട്ട് എത്ര ദിവസങ്ങളായി. താനൊരു സ്വർണ്ണക്കൂട്ടിനകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. സർവ്വസുഖ സൗകര്യങ്ങളും ഈ കൂട്ടിനകത്തുണ്ട്. പക്ഷേ തന്നെ കാണാനാകാതെ തലയടിച്ചു കരയുന്ന ഇണപ്പക്ഷിയെക്കുറിച്ചുള്ള ഓർമ്മകൾ, അവനോടൊപ്പം ചിറകടിച്ച് പറക്കാൻ പ്രലോഭിപ്പിക്കുന്ന വിശാലാകാശം, അതൊക്കെ തനിക്കിവിടം ഒരു നരകമാക്കി തീർക്കുന്നു. പേനയിൽ മഷിക്ക് പകരം സ്നേഹം നിറച്ച് കണ്ണൻ എഴുതിയ വരികൾ വായിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാവരും പറഞ്ഞത് കേട്ട് ഒരു വേള താനും അവനെ അവിശ്വസിച്ചു പോയല്ലോ എന്നുള്ള കുറ്റബോധമാണ് അവളുടെ കണ്ണുകളെ സജലങ്ങളാക്കിയത്. കത്തിൽ അവൻ താനും നന്ദിനിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും അവൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ചും വിശദമായി എഴുതിയിരുന്നു. കാത്തു റേഡിയോയിൽ വന്ന് അവൻ്റെ കഥ കേട്ടിട്ടുണ്ടാകില്ല എന്ന വിശ്വാസത്തിലാണ് അത്രയും വിശദമായി കത്തിൽ അതിനെപ്പറ്റി കണ്ണൻ എഴുതി വച്ചത്. കാത്തു കണ്ണൻ്റെ കഥ കേട്ടിരുന്നു എന്ന കാര്യം അവൻ അറിയില്ലല്ലോ. ഇന്നലെ കഥ കേട്ടപ്പോൾ തന്നെ കണ്ണനെക്കുറിച്ചുള്ള സകല തെറ്റിദ്ധാരണകളും അവളിൽ നിന്ന് അകന്നു പോയിരുന്നു. കാത്തു അച്ഛനോട് വഴക്കിന് നിൽക്കരുത് എന്നായിരുന്നു കത്തിൽ കണ്ണൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ചെയ്താൽ കാത്തുവിൻ്റെ വിവാഹം മാധവൻകുട്ടി വേഗം നടത്തുമെന്നാണ് കണ്ണൻ്റെ പേടി. അങ്ങനെ സംഭവിച്ചാൽ അത് തടയാൻ പരിമിതികളുണ്ടെന്നും, അഥവാ തടഞ്ഞാൽ തന്നെ ഒരു ജോലിയോ വരുമാനമോ ഇല്ലാതെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നും അവൻ ഓർമ്മിപ്പിച്ചു. ആ കത്തിലെ ബാക്കി ഭാഗങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കാത്തു ചിന്തിച്ചു. തൻ്റെ വിവാഹം ഉടനെ നടക്കാതിരിക്കാൻ കണ്ണൻ ഒരു വഴി പറഞ്ഞിട്ടുണ്ട്. കണ്ണനെ മറക്കാൻ തനിക്ക് കുറച്ച് സമയം വേണമെന്ന് താൻ അച്ഛനോട് പറയണം. അങ്ങനെ അച്ഛൻ്റെ തീരുമാനം പരമാവധി നീട്ടിവയ്പ്പിക്കണം. അച്ഛനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ താൻ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. നമുക്കിപ്പോൾ വേണ്ടത് സമയമാണ്. അത് കിട്ടിയാൽ അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു വഴി താൻ കണ്ടുപിടിച്ചു കൊള്ളാമെന്നാണ് കണ്ണൻ പറയുന്നത്. കണ്ണൻ കത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ ശരിയാണ് എന്ന് കാത്തുവിന് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ കല്യാണം ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കുമോ? അഥവാ അച്ഛൻ സമ്മതിച്ചാൽ തന്നെ കല്യാണം ഉടനെ വേണമെന്ന് പറഞ്ഞു നിൽക്കുന്ന ശ്യാമും അവൻ്റെ വീട്ടുകാരും അതിനെ അനുകൂലിക്കുമോ? എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് അവൾ നിശ്ചയിച്ചു. അവൾ ഉടനെ കണ്ണന് കൊടുക്കാനുള്ള മറുപടി കത്ത് തയ്യാറാക്കാൻ ആരംഭിച്ചു. തൻ്റെ മുറിയിൽ ചിന്തകളിൽ മുഴുകി കിടക്കുകയായിരുന്നു മാധവൻകുട്ടി. കുറച്ച് ദിവസങ്ങളായി അയാളുടെ മനസ്സിൽ ഒരു സ്വസ്ഥതയുമില്ല. എപ്പോഴും മനസ്സിനെ ഭരിക്കുന്നത് വല്ലാത്തൊരു വിഷാദമാണ്. ഒരുപക്ഷെ പുറത്തേക്കൊന്നും ഇറങ്ങാതെ വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്നത് കൊണ്ടാകാം. തനിക്കിത് പതിവില്ലാത്തതാണല്ലോ. പക്ഷേ എങ്ങനെ പുറത്തിറങ്ങാനാണ്? കാണുന്നവരൊന്നും തനിക്കെതിരെ ഒന്നും പറയുന്നില്ലെങ്കിലും അവരുടെ മനസ്സിൽ എന്താണെന്ന് തനിക്കറിയാം. താനിപ്പോൾ നന്മയും ദയയുമുള്ള മനസ്സുള്ള സർവോപകാരിയായ അവരുടെ മാധവേട്ടനല്ല. കുമാരേട്ടനെ ചതിച്ച ദുഷ്ടനാണ്. നന്ദിനി എന്ന സാധു പെൺകുട്ടിയെ കൊല്ലാൻ നോക്കിയ ചതിയനാണ്. അവൾക്കെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിച്ച നീചനാണ്. ഒരു കുഷ്ഠരോഗിയോടുള്ള അറപ്പാണ് തന്നോട് നാട്ടുകാർക്ക്. തൻ്റെ തറവാട്ടിലെ കാശെടുത്ത് താൻ പലരെയും സഹായിച്ചിട്ടുണ്ട്. അതാർക്കും ഇപ്പോൾ ഓർമ്മയില്ല. മകളുടെ കാര്യത്തിൽ എല്ലാ അച്ഛന്മാരെയും പോലെ താനും ഒരു സ്വാർത്ഥനായിപ്പോയി. ഒരു മോളേയുള്ളൂ. അവളുടെ വിവാഹത്തെപ്പറ്റി തനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു.
അവളെ നല്ലൊരു കുടുംബത്തിലേക്ക് വലിയ ഒരു ഉദ്യോഗസ്ഥന്റെ ഭാര്യയായി പറഞ്ഞയക്കണമെന്നായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ താൻ വിശ്വസിച്ച് സ്നേഹിച്ച മകൾ തന്നെ ചതിച്ചു, തോൽപ്പിച്ചു. കണ്ണനെപ്പോലെ ഒരു ദരിദ്ര നാരായണനെ തൻ്റെ മരുമകനായി സങ്കല്പിക്കാൻ പോലും തനിക്ക് സാധിക്കുന്നില്ല. അവനെ കാത്തുവിൽ നിന്ന് അകറ്റാൻ വേണ്ടി താൻ ചിലതൊക്കെ ചെയ്തു. പക്ഷേ നന്ദിനിയെ കൊല്ലാൻ ആളെ അയച്ചതൊന്നും തൻ്റെ അറിവോടെയല്ല. എല്ലാം പുഷ്കരൻ്റെയും ശ്യാമിൻ്റെയും പണിയാണ്. പക്ഷേ അവരെ തള്ളിപ്പറയാൻ തനിക്ക് കഴിയില്ല. അവർ തന്നെ സഹായിക്കാൻ വന്നവരാണ്. അവർ ചെയ്തതൊക്കെ തനിക്ക് വേണ്ടിയാണ്. പക്ഷേ ചെയ്തതൊക്കെ ഒടുവിൽ തിരിച്ചടിച്ചു. കണ്ണൻ നാട്ടിൽ ഹീറോയായി, താൻ സീറോയും. തൻ്റെ മകൾ പോലും തന്നെ വെറുക്കുകയാണ്. എന്താണ് എപ്പോഴും ഇങ്ങനെ, ആരോടുമൊന്നും മിണ്ടാതെ? അപ്പോൾ മുറിയിലേക്ക് വന്ന അംബിക അയാളോട് ചോദിച്ചു. കുറച്ച് ദിവസങ്ങളായി ഭർത്താവിൻ്റെ പെരുമാറ്റത്തിൽ വന്ന ഈ മാറ്റം അംബികയെയും വേദനിപ്പിച്ചിരുന്നു. കൊമ്പനാനയുടെ തലയെടുപ്പോടെ നടന്ന മനുഷ്യനാണ്. തൻ്റെ മകളാണ് ഈ മനുഷ്യൻ്റെ തകർച്ചയ്ക്ക് പിന്നിലെന്ന് ഓർത്തപ്പോൾ കാത്തുവിനോട് അവർക്ക് ദേഷ്യം തോന്നി. മുജ്ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായി പിറക്കുന്നതെന്ന് പറയുന്നത് ശരിയാണെന്ന് അംബികയ്ക്ക് തോന്നി. ചിന്തയിൽ നിന്ന് ഞെട്ടി ഉണർന്ന മാധവൻകുട്ടി തല ഉയർത്തി നോക്കി. ആരോട് മിണ്ടാനാണ് അമ്പി? എല്ലാവരും ഇപ്പോൾ എനിക്കെതിരല്ലേ? എൻ്റെ മകൾ പോലും. അവൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല. അവൾക്ക് കണ്ണനെ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ചത്തുകളയുമത്രേ. ചാവട്ടെ. അവൾ ആ രാഘവൻ്റെ ചിറ്റക്കുടലിൽ കഴിയുന്നതിനേക്കാൾ നല്ലതല്ലേ അത്? ആ കണ്ണൻ എൻ്റെ മരുമകനായി ഈ വീട്ടിലേക്ക് കയറി വരുന്ന കാര്യം ഓർക്കാനേ എനിക്ക് സാധിക്കുന്നില്ല. അതിനേക്കാൾ നല്ലത് നമ്മൾ ഒരുമിച്ച് വിഷം കഴിച്ച് മരിക്കുന്നതല്ലേ? ഓരോന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയുമില്ല. അയാൾ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. മാധവേട്ട, ഒന്നും ചിന്തിക്കാതെ ഇരുന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങളും തീരും. ഈ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെ. കുറച്ച് ദിവസം ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുകയോ പറയുകയോ ചെയ്യാതിരുന്നാൽ ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് മനസ്സിലാവും. മുൻകോപമാണ് മാധവേട്ടൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. ആ മുൻകോപമാണ് മകൾക്കും കിട്ടിയിരിക്കുന്നത്. മാധവേട്ടൻ ഇപ്പോൾ വാശി പിടിച്ച് അവളുടെ കല്യാണം നടത്താൻ നോക്കിയാൽ അവൾ ആ പയ്യനോടൊപ്പം ഇറങ്ങിപ്പോകും. ചെമ്പകമംഗലം തറവാട്ടിൽ നിന്നൊരു പെണ്ണും ഇതുവരെ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയിട്ടില്ല. ഇവിടം കാക്കുന്ന പിതൃക്കൾ അത് സഹിക്കില്ല. അവർ വേദനിക്കും, ശപിക്കും. ഇനി അവനോടൊപ്പം പോകുന്നതിൽ നിന്ന് നമ്മൾ അവളെ തടഞ്ഞാലോ? അവൾ വല്ല കടുങ്കയും ചെയ്യും. ഈ തറവാട്ടിൽ ഒരു ദുർമരണം, അതും നമ്മുടെ മകൾ. പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ടെന്തിനാ? ആർക്ക് വേണ്ടിയാ? അംബികയുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ എന്തു ചെയ്യണം? നാലാളറിഞ്ഞ് കണ്ണൻ അവളെ വിവാഹം ചെയ്തു കൊടുക്കണോ? അതിന് മാധവൻകുട്ടി ചാകണം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എടുത്തു ചാടി മാധവേട്ടൻ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. കാത്തുവിനെ ആലോചിക്കാൻ ഇത്തിരി സമയം കൊടുക്ക്. നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് അവൾക്ക് മനസ്സിലായിക്കൊള്ളും. എനിക്കൊരു പ്രതീക്ഷയുമില്ല, മാധവൻകുട്ടി പറഞ്ഞു. ഞാനൊന്ന് അവളോട് സംസാരിച്ച് നോക്കാം. ആരൊക്കെ എത്ര വട്ടം സംസാരിച്ച് നോക്കിയതാ. മകൾ തങ്ങൾ പറയുന്നത് അനുസരിക്കുമെന്ന് ഒരു വിശ്വാസവും മാധവൻകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം പ്രണയം അത്രയ്ക്ക് വീര്യം കൂടിയ കൈവിഷമാണ്. താൻ ഇന്നലെ കൊടുത്ത കത്ത് തോമസേട്ടൻ കണ്ണനെ ഏൽപ്പിച്ചുവോ എന്നുള്ള ആകാംക്ഷയിലായിരുന്നു കാത്തു. ഇന്ന് തോമസേട്ടൻ ജോലിക്ക് വന്നിട്ടില്ല. അച്ഛൻ തന്നെ വാച്ച് ചെയ്യാൻ നിയമിച്ച ആൾ തന്നെ കണ്ണനും തനിക്കുമിടയിലുള്ള ഹംസമായി മാറിയത് എങ്ങനെയെന്ന അത്ഭുതത്തിലായിരുന്നു കാത്തു. ഇത് ചെയ്യാൻ കഴിഞ്ഞ കണ്ണന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ തന്നെ ഇവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുപോകാനും കഴിയുമെന്ന് അവൾ വിശ്വസിച്ചു. മോളെ, വന്ന് ആഹാരം കഴിക്ക്. അവളുടെ മുറിയിലേക്ക് കടന്നു വന്ന അംബിക വിളിച്ചു. എനിക്കിപ്പോൾ വേണ്ട. അച്ഛനും ഇത് തന്നെ പറയുന്നത്. രണ്ടും കൂടി ഇങ്ങനെ ആഹാരമൊന്നും കഴിക്കാതെ മുറിയിൽ അടച്ചിരുന്നാൽ എങ്ങനാ? എത്രമാത്രം സന്തോഷത്തോടെ കഴിഞ്ഞ വീടായത്. അംബികയുടെ വാക്കുകളിൽ സങ്കടം നിറഞ്ഞിരുന്നു. ഞാനാണോ ഇവിടുത്തെ സന്തോഷം ഇല്ലാതാക്കിയത്? നീ ശാന്തമായിരുന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇതിനുള്ള ഉത്തരം കിട്ടും. അപ്പുറത്തെ മുറിയിൽ തകർന്നു കിടക്കുകയാ നിന്റെ അച്ഛൻ. വളർത്തി വലുതാക്കിയ മകൾ തിരിഞ്ഞു നിന്ന് ധിക്കാരത്തോടെ സംസാരിച്ച ഏതൊരച്ഛനും തകർന്നു പോകും. അച്ഛൻ ചെയ്തതിനെയൊക്കെ അമ്മ ന്യായീകരിക്കുകയാണോ? നിന്നെപ്പോലെ ധിക്കാരിയായ ഒരു മകളുള്ള ഏതൊരച്ഛനും ചെയ്യുന്നതേ അദ്ദേഹവും ചെയ്തിട്ടുള്ളൂ. പ്രണയിക്കുന്നത് തെറ്റാണോ അമ്മേ? ജന്മം തന്ന അച്ഛനെയും അമ്മയെയും സങ്കടപ്പെടുത്തുന്നത് ശരിയാണോ? അംബിക ഒരു മറു ചോദ്യമാണ് ചോദിച്ചത്. സങ്കടവും ദേഷ്യവും ഒക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും. പക്ഷേ പ്രണയം അങ്ങനെയാണോ അമ്മേ? അതെനിക്കറിയില്ല. ഞാൻ പ്രണയിച്ചിട്ടില്ല. പക്ഷേ നിന്റെ അച്ഛൻ്റെ വിഷമം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. ഞങ്ങൾക്ക് ഇത്തിരി വിഷം വാങ്ങി തന്നിട്ട് നീ ആരുടെ കൂടെ വേണോ ഇറങ്ങിപ്പോയിക്കോ. അത് പറഞ്ഞ അംബിക വിതുമ്പി കരഞ്ഞു. ആരും ചാവണ്ട, ആരും വിഷമിക്കുകയും വേണ്ട. ഞാൻ ആരുടെ കൂടെയും പോകുന്നില്ല. പക്ഷേ കണ്ണനെ മറക്കാൻ എനിക്കിത്തിരി സമയം വേണം. അതിന് കുറച്ച് നാളെടുക്കും. അതുവരെ വിവാഹം എന്നൊക്കെ പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്യാതിരുന്നാൽ മതി. അംബിക അവിശ്വസനീയതയോടെ മകളെ നോക്കി.